ഏവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ എന്നിവയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡിഫറൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്പീഡിനെ കുറിച്ചാണ്. എന്താണ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ഒരു വസ്തുവിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കരുതുക. ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു നിശ്ചിത ദൂരം കവർ ചെയ്താൽ ആ വസ്തുവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ വസ്തു സഞ്ചരിച്ച ദൂരത്തെ ആ വസ്തു സഞ്ചരിച്ച സമയം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? ഹരിക്കുന്നതാണ്. വാട്ട് ഈസ് സ്പീഡ് എന്ന് ചോദിച്ചാൽ it is the time rate of distance. It is the time rate of distance. That means speed is equal to distance by time. ഡിസ്റ്റൻസിനെ സഞ്ചരിച്ച ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോ സ്പീഡ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. യൂണിറ്റ് സ്പീഡിന്റെ യൂണിറ്റ് ഡിസ്റ്റൻസ് മീറ്റർ ആണ്. അപ്പൊ മീറ്റർ പെർ ടൈം സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം are scalar quantities. ഡിസ്റ്റൻസും ടൈമും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കേ, അതുപോലെ സ്പീഡ് സ്കെയിലാർ ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡിന്റെ ഡയമെൻഷണൽ ഫോർമുല ഡിസ്റ്റൻസ് L ആണ്, ടൈം T ആണ്. T ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ LT റൈസ് ടു -1. LT റൈസ് ടു -1 ആണ് സ്പീഡിന്റെ എന്തെന്ന് പറഞ്ഞാൽ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പീഡ് എന്ന് ചോദിച്ചാൽ സ്പീഡ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ റേറ്റിന് പറയുന്ന പേരാണ് സ്പീഡ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 ആണ്. സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡയമെൻഷൻ LT റൈസ് ടു -1 ആണ്. ഇനി സ്പീഡിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ സ്പീഡിൽ വരുന്ന ആദ്യ കാര്യമാണ് യൂണിഫോം സ്പീഡ്. അതുപോലെ നോൺ യൂണിഫോം സ്പീഡ്. സ്പീഡ് വരുന്നതാണ് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു 10 മീറ്റർ സഞ്ചരിച്ചു എന്ന് കരുതുക. അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും ഒരു 10 മീറ്റർ സഞ്ചരിക്കുന്നു, അടുത്ത സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം സമയവും സഞ്ചരിച്ച ഡിസ്റ്റൻസും തുല്യമാണ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സ്പീഡ്. ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിച്ചു പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സമവേഗത അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ്. വാട്ട് ഈസ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ a body travels equal distances in equal interval of time is called uniform speed. Equal distance in either equal time. Equal distance equal time il cover ചെയ്താൽ അതിന്റെ പേരാണ് യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ unequal distance traveled in equal time. അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബസ് ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഒരു 10 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ സമയങ്ങൾ ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേര് നോൺ യൂണിഫോം സ്പീഡ് എന്നാണ്.
ഇപ്പൊ സ്പീഡിൽ വരുന്ന ഒരു കാറ്റഗറീസ് ആണ് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. വാട്ട് ഈസ് യൂണിഫോം സ്പീഡ്? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടൈമിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേരാണ് യൂണിഫോം സ്പീഡ്. ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേര് നോൺ യൂണിഫോം സ്പീഡ് എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ്. ആവറേജ് സ്പീഡ്, ഇപ്പൊ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, അതുപോലെ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത എന്ന് പറയും ആവറേജ് സ്പീഡ്. അപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ സഞ്ചരിക്കുവാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോയപ്പോൾ പുള്ളിയുടെ സ്പീഡിൽ വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി സഞ്ചരിച്ചത് നോൺ യൂണിഫോം സ്പീഡിലാണ്. അങ്ങനെ നോൺ യൂണിഫോം സ്പീഡിൽ സഞ്ചരിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരും. മറ്റൊരാൾ ചോദിക്കുവാണ് എയിൽ നിന്ന് ബിയിലേക്ക് പുള്ളി എത്തിച്ചേർന്ന വേഗത എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ശരാശരി കണക്കെ പറയാൻ കഴിയത്തുള്ളൂ. ആ ഒരു ശരാശരി സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ആവറേജ് സ്പീഡ് എന്ന് അറിയപ്പെടുന്നത്. ആവറേജ് സ്പീഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആവറേജ് സ്പീഡിനെ നമുക്ക് ആവറേജ് സ്പീഡ് സമം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം അതായത് സഞ്ചരിച്ച ആകെ ദൂരത്തെ ആ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആവറേജ് സ്പീഡ് കിട്ടും. Average speed is the ratio of total distance to the total time. Total distance ഉം total time ഉം തന്നിരുന്നാൽ total distance നെ total time കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കിട്ടും. ഇനി ആവറേജ് സ്പീഡിൽ ഒരു വസ്തു സഞ്ചരിച്ച സ്പീഡ് a സ്പീഡിലായിരുന്നു. അതേ വസ്തു മറ്റൊരു സ്പീഡ് b എന്ന് പറയുന്ന മറ്റൊരു സ്പീഡിൽ സഞ്ചരിച്ചു. ഇത് രണ്ട് സ്പീഡുകളാണ്, a എന്ന് പറഞ്ഞ ഒരു സ്പീഡ്, b എന്ന് പറഞ്ഞ മറ്റൊരു സ്പീഡ്. അല്ലെങ്കിൽ നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതായിട്ട് കരുതുക. എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ സഞ്ചരിക്കുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ദൂരത്തിന്റെ പകുതി എത്തിച്ചേരാൻ എടുത്തത് v1 എന്ന് പറയുന്ന ഒരു സ്പീഡാണ്. ബാക്കി പകുതി സഞ്ചരിക്കാൻ എടുത്തത് v2 എന്ന് പറയുന്ന ഒരു സ്പീഡാണ്. ആദ്യ പകുതി സഞ്ചരിച്ചത് v1 സ്പീഡിലും അടുത്ത പകുതി സഞ്ചരിച്ചത് v2 സ്പീഡിലാണെങ്കിൽ ഇവിടത്തെ ആവറേജ് സ്പീഡ് എത്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് is equal to നിങ്ങൾ ചെയ്യേണ്ടത് 2v1 v2 by v1 plus v2 ചെയ്യുക. ഇക്വേഷൻ ഏതാണ്? 2v1 v2 by v1 plus v2. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ട് സ്പീഡുകൾ തന്നിട്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉപയോഗിക്കേണ്ട സമവാക്യം ആവറേജ് സ്പീഡ് സമം 2v1 v2 by v1 plus v2. ഓക്കേ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ ട്രാവൽ ചെയ്യുന്നു. ആദ്യ പകുതി 40 കിലോമീറ്റർ പെർ അവറിലും രണ്ടാമത്തെ പകുതി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ പുള്ളിയുടെ ആവറേജ് സ്പീഡ് എത്ര? ആദ്യ പകുതി സഞ്ചരിച്ചത് 40ലാണ്, അപ്പൊ 2 into 40 പ്ലസ് ഇൻറ്റു രണ്ടാമത്തെ പകുതി 60ലാണ്, ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60. ഇവിടെ ചെയ്യുമ്പോൾ 2 into 40 into 60 by 100. 0 0 0 0. 6 into 4 24, 24 into 2 48. 48 കിലോമീറ്റർ പെർ അവർ ആണ് പുള്ളിയുടെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് പോയതിന്റെ ആദ്യ പകുതി 40 കിലോമീറ്റർ പെർ അവറിലും രണ്ടാമത്തെ പകുതി 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ പുള്ളിയുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ട് സ്പീഡുകൾ തന്നിരുന്നാൽ ആവറേജ് സ്പീഡ് കണ്ടെത്താനായിട്ട് 2v1 v2 by v1 plus v2 എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇത്രയുമാണ് സ്പീഡുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് സ്പീഡ്? ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ്. Time rate of distance. Speed is equal to distance by time, unit meter per second. It is a scalar quantity.
ഡയമെൻഷണൽ ഫോർമുല lt⁻⁻1. സ്പീഡിൽ വരുന്ന ഒരു സ്പീഡാണ് യൂണിഫോം സ്പീഡ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേര് യൂണിഫോം സ്പീഡ് എന്നാണ്. ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേര് നോൺ യൂണിഫോം സ്പീഡ് എന്നാണ്. അതുപോലെ ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ്. v1 v2 എന്ന രണ്ട് സ്പീഡുകൾ തന്നിട്ട് ആവറേജ് സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ 2v1 v2 by v1 plus v2 എന്ന ഫോർമുല ഉപയോഗിക്കും. ഇത്രയുമാണ് നിങ്ങൾ സ്പീഡുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. സ്പീഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വെലോസിറ്റിയെ കുറിച്ചാണ്. സ്പീഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് വെലോസിറ്റിയെ കുറിച്ചാണ്. വെലോസിറ്റി. സ്പീഡ് പോലെ തന്നെയാണ് വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ സ്പീഡ് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നാണ്. എന്നാൽ വെലോസിറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. That means എങ്ങനെ എഴുതാം? That means velocity സമം displacement by time. Displacement by time. Displacement by time. Displacement by time ആണ് velocity എന്ന് പറയുന്നത്. Distance by time speed ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി. അതുപോലെ വെലോസിറ്റിയുടെ യൂണിറ്റ് സിമിലർ ആണ്. സ്പീഡിന്റെ യൂണിറ്റ് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഡയമെൻഷണൽ ഫോർമുല സ്പീഡിന്റെ ഡയമെൻഷണൽ ഫോർമുലയ്ക്ക് ഈക്വൽ ആണ് lt റൈസ് ടു -1. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് ആണ്, lt റൈസ് ടു -1 ഡയമെൻഷണൽ ഫോർമുലയാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മൾ സ്പീഡ് പഠിച്ചപ്പോൾ യൂണിഫോം സ്പീഡിനെ കുറിച്ചും നോൺ യൂണിഫോം സ്പീഡിനെ കുറിച്ചും ആവറേജ് സ്പീഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ വെലോസിറ്റിയിലും ഉണ്ട്. വെലോസിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എന്തെന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്താണ്? യൂണിഫോം വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അത് യൂണിഫോം വെലോസിറ്റി ആണ്. ഒരു ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും 5 മീറ്റർ ഉണ്ടായി, അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും 5 മീറ്റർ ഉണ്ടായി. അപ്പോൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റുകൾ സെയിം ആണ്, എങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ ഈക്വൽ ടൈമിൽ എന്ത്? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് വന്നാൽ അത് യൂണിഫോം വെലോസിറ്റി ആണ്. അങ്ങനെ വരാതിരുന്നാൽ എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പൊ എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്, അൺഈക്വൽ തുല്യമല്ലാത്ത ഡിസ്പ്ലേസ്മെന്റ്, അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അതിന്റെ പേരാണ് നോൺ യൂണിഫോം വെലോസിറ്റി. ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ നോൺ യൂണിഫോം വെലോസിറ്റി. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അതിന്റെ പേര് യൂണിഫോം വെലോസിറ്റി എന്നാണ്. വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റിന് പറയുന്ന പേരാണ് വെലോസിറ്റി. വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. ഈ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഡയമെൻഷൻ lt റൈസ് ടു -1 ആണ്. ഈ വെലോസിറ്റിയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്താൽ അതിന്റെ പേര് യൂണിഫോം വെലോസിറ്റി എന്നാണ്. ഈക്വൽ ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാകുന്നത് എങ്കിൽ അതിന്റെ പേര് നോൺ യൂണിഫോം വെലോസിറ്റി എന്നാണ്. ഇനി പഠിക്കാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റിയെ കുറിച്ചാണ്.
average velocity. Average velocity പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് മൂവ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. ഇതിലൊരു പർട്ടിക്കുലർ ടൈം t1 എന്ന് പറയുന്ന ഒരു ടൈമിൽ ഈ പുള്ളിയുടെ ഡിസ്പ്ലേസ്മെന്റ് x1 ആണ്. t2 എന്ന ടൈം ഇന്റർവെല്ലിലേക്ക് വന്നപ്പോൾ അത് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് x2 ആയിട്ട് മാറി. അപ്പോൾ t1 എന്ന് പറയുന്ന ടൈം ഇന്റർവെല്ലിൽ പുള്ളിയുടെ ഡിസ്പ്ലേസ്മെന്റ് x1 ആണ്. t2 എന്ന ടൈം ഇന്റർവെല്ലിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് x2 ലേക്ക് മാറി. ഈ പുള്ളിയുടെ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ആവറേജ് വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് in the change, ratio of change in displacement to the time interval. അതായത് പുള്ളിയുടെ ആവറേജ് വെലോസിറ്റി v സമം എനിക്ക് ഇങ്ങനെ എഴുതാം. ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് x2 മൈനസ് ആരാണ്? x2 മൈനസ് x1 ആണ്. x2 മൈനസ് x1 divided by time interval t2 minus t1 ആണ്. t2 minus t1. അപ്പോൾ velocity average velocity v average is equal to x2 minus x1 by t2 minus t1 എന്ന് എഴുതി. x2 minus x1 നെ change in displacement delta x എന്നും t2 minus t1 നെ change in time delta t എന്നും എഴുതാം. ചുരുക്കി പറഞ്ഞാൽ v average സമം delta x by delta t എന്ന് എഴുതാം. എന്താ ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ആ ടൈം ഇന്റർവെൽ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആവറേജ് സ്പീഡ് ആണ്. അതുപോലെ ഇവിടെ വരുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി നിങ്ങൾ പഠിച്ചു, യൂണിഫോം വെലോസിറ്റി പഠിച്ചു, അതുപോലെ എന്ത് പഠിച്ചു? നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് നോക്കി. ആവറേജ് വെലോസിറ്റി ഇങ്ങനെ ചെയ്യാനുള്ളത്. ആവറേജ് വെലോസിറ്റി നമ്മൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നു. ആ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ആ ടോട്ടൽ ടൈം ആ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആവറേജ് വെലോസിറ്റി കിട്ടും. ആവറേജ് വെലോസിറ്റി കിട്ടിയാൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഒരു വസ്തു t1 ടൈം കൊണ്ട് v1 വെലോസിറ്റി കിട്ടി. ആ വസ്തുവിനെ t2 ടൈം കൊണ്ട് v2 വെലോസിറ്റി കിട്ടി. എങ്കിൽ ഇതിന്റെ ആവറേജ് വെലോസിറ്റി എത്ര? v ആവറേജ് എത്ര എന്ന് ചോദിക്കാം. ചോദ്യം എന്താ? ഒരു വസ്തുവിനെ t1 സമയം കൊണ്ട് v1 വെലോസിറ്റിയിലേക്കും t2 ടൈം കൊണ്ട് v2 വെലോസിറ്റിയിലേക്കും മാറാൻ കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എത്ര? ഒന്നുമില്ല, v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2. ഇച്ചിരി ഒരു വലിയ ഇക്വേഷൻ ആയിട്ട് തോന്നാം. രണ്ട് വെലോസിറ്റികളും രണ്ട് ടൈമുകളും തന്നിട്ട് ആവറേജ് വെലോസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2. ഇത്രയുമാണ് നിങ്ങൾ വെലോസിറ്റിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യങ്ങളുണ്ട്, അത് പറയുന്നതിന് മുന്നേ മനസ്സിൽ യൂണിഫോം വെലോസിറ്റി വേണം, നോൺ യൂണിഫോം വെലോസിറ്റി വേണം, ആവറേജ് വെലോസിറ്റി വേണം. ആവറേജ് വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ അതിനു വേണ്ടി എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി കിട്ടും. ഇനി v1 എന്ന വെലോസിറ്റി t1 ടൈം കൊണ്ട് എത്തിച്ചേർന്നു, t2 ടൈം കൊണ്ട് v2 വെലോസിറ്റിയിലേക്ക് എത്തിച്ചേർന്നാൽ രണ്ട് വെലോസിറ്റികളും രണ്ട് ടൈമുകളും തന്നിട്ട് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2 എന്ന സമവാക്യം നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് വെലോസിറ്റിയിൽ വരുന്ന മറ്റൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ചാണ്.
ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ the velocity at a particular instant is called instantaneous velocity. ഒരു particular instantലെ velocity ആണ് instantaneous velocity എന്ന് പറയുന്നത്. The velocity at a particular instant is called instantaneous velocity. അത് മനസ്സിലാവാനായിട്ട് കൺസെപ്റ്റ് പിടികിട്ടാനായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാൾ സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പുള്ളി ഒരു 10 സെക്കൻഡ് സമയം 10 സെക്കൻഡ് സമയം എന്നൊരു ടൈം നിങ്ങൾ കൺസിഡർ ചെയ്യും. 10 സെക്കൻഡ്. നിങ്ങൾക്ക് ആ 10 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടെത്തണം. അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. 10 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടെത്തണം. അപ്പൊ 10 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടെത്താനായിട്ട് നിങ്ങൾ ചെയ്യുന്ന മാർഗം 10 സെക്കൻഡ് മുന്നേ ഉള്ള ഒരു അളവാണ് ഒരു 9.999. അതുപോലെ 10 സെക്കൻഡിന് ശേഷമുള്ള ഒരു ടൈം ആണ് 10.001. അപ്പൊ 10 സെക്കൻഡ് മുന്നേ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ് 9.999. 10 സെക്കൻഡ് ശേഷമുള്ളതാണ് 10.001. അപ്പൊ ഇവിടത്തെ ഈ ഒരു 9.99 ടൈമിനും 10.001 ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ കണ്ടെത്തി, അത് ഡെൽറ്റ എക്സ് ആണ്. അതുപോലെ ഈ ടൈം ഡെൽറ്റ ടി ആണ്. അങ്ങനെ നിങ്ങൾ ആ ഡെൽറ്റ എക്സിനെ ഡെൽറ്റ ടി കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 10 സെക്കൻഡിൽ എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. പക്ഷേ ആ വെലോസിറ്റിയുടെ വാല്യൂ ആക്യുറസി കുറവുള്ളതായിരിക്കും, ആക്യുറേറ്റ് അല്ല. അപ്പൊ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ടൈം 9.99 എന്നുള്ളത് 9.99999 എടുക്കുക, അതുപോലെ 10.00001 എടുക്കുക. അപ്പോൾ കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് കുറവായിരിക്കും, ഡെൽറ്റ ടി കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് 10 സെക്കൻഡിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. വീണ്ടും ആക്യുറസി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 9.99999 സെക്കൻഡ് എടുക്കുക, അതുപോലെ അപ്പുറത്ത് 10.00001 എടുക്കുക. അപ്പോൾ വീണ്ടും ടൈം കുറഞ്ഞു, ഡെൽറ്റ എക്സ് കുറഞ്ഞു. ആ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി കണ്ടെത്തുമ്പോൾ 10 സെക്കൻഡിലെ വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0. ഡെൽറ്റ ടിയെ 0 അടുപ്പിക്കുന്നു. 0 ആവാൻ പാടില്ല. അത് ആരടുപ്പിക്കും? ലിമിറ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അടുപ്പിക്കും. ലിമിറ്റ്, ഡെറിവേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ ഡീപ്പ് ആയിട്ട് പഠിക്കും. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡെൽറ്റ ടി എന്ന ടൈമിനെ 0 അടുപ്പിക്കുമ്പോഴുള്ള അത്രയും ചെറിയ ടൈം ഡിഫറൻസിലുള്ള ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എത്രയാണോ അതാണ് ഈ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാണ്. ഓക്കേ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി സമം എങ്ങനെ എഴുതാം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി സമം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇതിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v സമം ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ dx by എന്തെന്ന് എഴുതാം? dx by dt എന്ന് എഴുതാം. അതായത് x എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിനെ ഒരു തവണ ടൈമിൽ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുന്നു? വെലോസിറ്റി കിട്ടും. ഓക്കേ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഒരു കാര്യം ഇക്വേഷൻ ഇതാണെന്നും ഈ ഇക്വേഷൻ ഇതാണെന്നും മാത്രം അവിടെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് മനസ്സിലാവാനാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്. വെലോസിറ്റി എന്ന കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. വെലോസിറ്റി എന്താണ്? യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കേ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി വരുന്നൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. അത് ഡിഫറൻഷിയേഷൻ എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് വരുന്നൊരു പ്രോബ്ലം ആണ്. ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് x എന്ന് പറഞ്ഞാൽ 5t plus 3t square ആണ്. 5t plus 3t square ആണ് ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. കാൽക്കുലേറ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് dx by ആരാണ്? dt ആണ്.
velocity സമം dx by dt. Therefore velocity സമം d by dt of x എന്ന് പറഞ്ഞാൽ 5t plus 3t square ആണ്. Therefore velocity സമം ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതുക d by dt of 5t plus d by dt of 3t square. നമ്പർ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുക. v is equal to 5 into dt by dt plus 3 പുറത്തെടുത്ത ബാക്കി dt square by dt. dt by dt ഒന്നാണ്, അപ്പോൾ v is equal to 5 plus 3 into dt square by dt എങ്ങനെ കണ്ടെത്തും? ഇത് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുക. d by dx of x raised to n എന്ന ഫോമിലാണ് വന്നാൽ അതിന്റെ ഉത്തരം n into x raised to n minus 1 ആണ്. d by dx of x raised to n എന്ന ഫോമിൽ വന്നാൽ ഉത്തരം n into x raised to n minus 1 എന്നാണ്. ഇവിടെ നോക്കിയേ dt square by dt, dt square by dt. ഇപ്പോ n ആരാ വെളിയിൽ കിടക്കുന്നത് 2 into x, x ന് പകരമുള്ളത് t ആണ്, t raised to n minus 1, n 2 ആണ്, അപ്പോൾ 2 minus 1, അതായത് 2 into t, 2 minus 1 എന്നത് t ആണ്, അപ്പോൾ 2t, ഇതിന് പകരം 2t എന്ന് എഴുതാം. അപ്പോൾ 3 into എന്ന് എഴുതുക 2t എന്ന് എഴുതുക. അതായത് v സമം 5 plus 3 into 2 6, 6t എന്ന് കിട്ടും. ഇതാണ് വെലോസിറ്റി. അതായത് x എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് തന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ v is equal to dx by dt ആണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ചെയ്യുക. എവിടെയെങ്കിലും ഇത് ഈ ഒരു ഫോമിൽ വന്നാൽ അതിനെ n into x raised to n minus 1 എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം x equal to a plus b t square. Here a equal to 8.5 and b equal to 2.5. അതിൽ ആദ്യ കാര്യം calculate velocity at t equal to 0 and t equal to 2 seconds. രണ്ടാമത്തെ ചോദ്യം calculate average velocity, calculate average velocity at t equal to 2 and t equal to 4 seconds. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. x is equal to a plus bt square. Here a equal to 8.5 and b equal to 2.5. Calculate velocity at t is equal to 0 and t is equal to 2 seconds. So t is equal to 0 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചെങ്കിൽ ഈ t യുടെ അവിടെ 0 കൊടുത്താൽ അപ്പോൾ t 0 ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതുപോലെ t is equal to 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചെങ്കിൽ t യുടെ സ്ഥാനത്ത് 2 കൊടുക്കുക, അപ്പോൾ t യിലെ t 2 സെക്കൻഡ് ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പക്ഷേ ചോദ്യം തന്നിരിക്കുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വെലോസിറ്റി എഴുതുക. x is equal to a plus bt square എന്ന രൂപത്തിൽ വന്നാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to d by dt of x അല്ലേ. അഥവാ v is equal to d by dt of x ന് പകരം a plus bt square എന്ന് കൊടുക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയാൽ v is equal to d by dt of a plus d by dt of bt square. a യുടെ ഡിഫറൻഷിയേഷൻ കണ്ടുപിടിച്ചാൽ ഉത്തരം 0 ആണ്, കോൺസ്റ്റന്റ് 0 ആണ്. അപ്പോൾ 0 plus b പുറത്തെടുക്കുക. b പുറത്തെടുത്താൽ ബാക്കി dt by dt the whole t square. ഇത് നേരത്തെ തന്ന d by dx of x raised to n എന്ന ഫോമിലാണ്. അതിനെ n into x raised to n minus 1 എന്ന ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഇതിന്റെ ഉത്തരം 2t എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 0 plus 2tb അതായത് 2bt എന്ന് കിട്ടും. വെലോസിറ്റി എങ്ങനെ കിട്ടി?
2bt എന്ന് കിട്ടി. ഈ വെലോസിറ്റി അറ്റ് 0 സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടൈമിന്റെ അവിടെ 0 കൊടുക്കുക. വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടൈമിന്റെ അവിടെ 2 കൊടുക്കുക. അപ്പോൾ വെലോസിറ്റി v at t is equal to 0 സെക്കൻഡ്. അതിനെ നമുക്ക് v0 എന്ന് എഴുതാം. v0 സമം ഇവിടെ 0 എടുക്കുമ്പോൾ ഉത്തരം 0. അതുപോലെ വെലോസിറ്റി അറ്റ് t equal to 2 സെക്കൻഡ്, അതിനെ v2 എന്ന് കൊടുക്കാം. കണ്ടുപിടിക്കുമ്പോൾ t യുടെ 2 കൊടുക്കുമ്പോൾ 2 into 2 4 എന്നാവും, 4b. ഇതാണ് ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു ഫോർമാറ്റിൽ തന്നിരുന്ന അതിനെ ഈ ഒരു രൂപത്തിൽ ചെയ്ത് വെലോസിറ്റി കണ്ടെത്തുക. വെലോസിറ്റി കണ്ടെത്തിയതിനു ശേഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ടൈം 0 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടെത്താൻ ടൈമിന്റെ അവിടെ 0 കൊടുക്കുക. 2 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടെത്താൻ ടൈമിന്റെ അവിടെ 2 കൊടുക്കുക. ഇതാണ് എ ചോദ്യത്തിന്റെ ആൻസർ. ഇനി ബി ചോദ്യം എങ്ങനെ ചെയ്യാം? കാൽക്കുലേറ്റ് ആവറേജ് വെലോസിറ്റി at t is equal to 2 and t is equal to 4 സെക്കൻഡ്. 2 സെക്കൻഡിലെയും 4 സെക്കൻഡിലെയും ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി എത്ര? ആവറേജ് വെലോസിറ്റി between t is equal to 2 സെക്കൻഡ് and t is equal to 4 സെക്കൻഡ്. 2 സെക്കൻഡിന് 4 സെക്കൻഡിന് ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി എത്ര? അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്. അഥവാ x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 ആണ്. ഇതാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ്, x1 എന്ന് പറഞ്ഞാൽ ആദ്യ ഡിസ്പ്ലേസ്മെന്റ്, t2 രണ്ടാമത്തെ ടൈം, t1 എന്ന് പറഞ്ഞാൽ ആദ്യ ടൈം. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് വേണം. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്. 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ തീരെ അവിടെ 4 കൊടുത്താൽ മതി. അപ്പോൾ 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 4 സെക്കൻഡിലെ x4 എന്ന് എഴുതാം. നാലാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ a plus b t സ്ക്വയർ, ടൈം 4 അല്ലേ, 4ന്റെ സ്ക്വയർ 16 ആണ്. അഥവാ a plus 16b എന്ന് കിട്ടി. നാലാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് a plus 16b ആണ്. അതുപോലെ x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈം ആണ്. 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് x2 ആണ്. രണ്ടാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് അത് കണ്ടെത്താൻ a plus b t സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. അഥവാ a plus 4b ആണ്. ഇനി നമുക്ക് ചെയ്യാം ആവറേജ് വെലോസിറ്റി സമം രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് a plus 16b യിൽ നിന്നും a plus 4b കുറയ്ക്കണം. കുറച്ചിട്ട് t2 minus t1, t2 4 t1 2, അപ്പോൾ 4 minus 2 ചെയ്യണം. അപ്പോൾ a plus 16b minus a minus 4b by 2. എയും എയും ക്യാൻസൽ ചെയ്യാം. 16b യിൽ നിന്ന് 4b കുറച്ചാൽ 12b ആണ്. 12b by 2 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ 6b എന്ന് കിട്ടും. 6b ആണ് ഉത്തരം. ഇനി b യുടെ സ്ഥാനത്ത് ഈ പറഞ്ഞ 2.5 കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൊടുക്കുക. b യുടെ സ്ഥാനത്ത് 2.5 കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ ആയി. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ഇതിലും ആ പറയുന്ന ക്വാണ്ടിറ്റി എയും ബി അവസാനം ഫൈനൽ ആയിട്ട് വന്നിരുന്ന ആ എക്കും ബിക്കും ക്വസ്റ്റ്യനിൽ തന്നിരുന്ന വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇത് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു മോഡലാണ് പറഞ്ഞത്. ഇതേ ടൈപ്പിലായിരിക്കും ചോദ്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചുമാണ്. സ്പീഡ്, യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, ആവറേജ് സ്പീഡ്, അതുപോലെ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഏറ്റവും പ്രാധാന്യമുള്ള മർമ്മപ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.